12-ാം തീയതി വരെ ഒരു വാഹന പ്രചരണ ജാഥ, ഇതിൻ്റെ കോർഡിനേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ നയിക്കുന്ന ജാഥ 12-ാം തീയതി സമാപിക്കും. 12-ാം തീയതി നഗരസഭയുടെ മുമ്പിൽ ഒരു വൻ പ്രകടനത്തോടു കൂടിയാണ് ഈ യാത്ര സമാപിക്കുന്നത്. 101 വാർഡുകളിലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ യാത്ര നീങ്ങുന്നത്. ഇപ്പോൾ സർക്കാർ, അതായത് നഗരസഭയ്ക്കെതിരായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടുള്ള യാത്രയാണ് ഈ യാത്രയിൽ നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളിൽ ഇപ്പോൾ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ കെ ശബരിനാഥ്, അദ്ദേഹം അരീക്കര ഏതാണ്ട് ഒരു ബൈ ഇലക്ഷനും പൊതു തെരഞ്ഞെടുപ്പിലും ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. ഏറ്റവും സീനിയറായ, കഴിഞ്ഞ ഏതാണ്ട് 25 വർഷം പൂർത്തിയാവാൻ പോകുന്ന നഗരസഭയിലെ ഏറ്റവും സീനിയറായ ശ്രീ ജോൺസൺ ജോസഫ് ഇത്തവണ ഉള്ളൂർ വാർഡിൽ നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിക്കുക. 30 വർഷം, അതിലും അല്ല 30 മുമ്പ് പഞ്ചായത്തിലും അംഗമായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് കോർപ്പറേഷൻ ലയിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് കോർപ്പറേഷൻ ജയിച്ചു വരിക. അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സുഭാഷ്, അദ്ദേഹമാണ് കിണവൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. മുമ്പ് പലതവണ നഗരസഭയെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ശ്രീ D അനിൽകുമാറാണ് പേട്ട വാർഡിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നു 2015-20 കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ നീതു രഘുവരൻ, അവർ പാങ്ങപ്പാറയിൽ മത്സരിക്കുന്ന നീതു രഘുവരൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അതുപോലെ കൊടപ്പനക്കുന്നിൽ മത്സരിക്കുന്ന ശ്രീമതി അനിത, അവർ മുൻ കൗൺസിലിൽ അംഗമായിരുന്നു. അവർ മത്സരിക്കുന്നത് വനിതകൾക്കുള്ള ജനറൽ സീറ്റിലാണ് അനിത. അത് മുമ്പും അങ്ങനെ 2015-20ലും അവർ വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്ത ജനറൽ സീറ്റിൽ തന്നെയാണ് അന്നും മത്സരിച്ചിരുന്നത്. ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയായ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷാണ് മുട്ടടയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. മുൻ കൗൺസിലുണ്ടായിരുന്ന ശ്രീമതി ത്രേസ്യമ്മ തോമസ് നാലാഞ്ചിറ, ഇപ്പോഴത്തെ സിറ്റിംഗ് മെമ്പറായിട്ടുള്ള മേരി പുഷ്പം, DCCയുടെ മറ്റേ ജനറൽ സെക്രട്ടറി MS അനിൽകുമാർ, ഇത്രയും പേരാണ് അവർ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത്. അതുപോലെ വഴുതക്കാട് മത്സരിക്കുന്ന നീതു, ആ കുട്ടിയും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇത്രയും പ്രമുഖരായുണ്ട് ഈ ലിസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള ലിസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ, അതായത് ഘടകകക്ഷികളുമായിട്ടുള്ള ചില സീറ്റുകൾ പൂർത്തീകരിക്കാനുണ്ട്. അതിൽ CMP അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗങ്ങളുടെ ചർച്ചയൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSPയുടെ ഒരു സീറ്റിൻ്റെയും കൂടെ ഫൈനലൈസ് ചെയ്യാനുണ്ട്. മറ്റെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ UDF ഒരുമിച്ച് തന്നെ ഈ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. നഗരസഭ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മേയർ സ്ഥാനാർത്ഥിയെ പ്രത്യേകിച്ച് പറയാറില്ല, എങ്കിലും ഇതിൻ്റെ ഞാൻ പറഞ്ഞ ഏറ്റവും സീനിയറായിട്ടുള്ള ജോൺസൺ ജോസഫ് ഉണ്ട്. അതുപോലെ മുൻ MLA ശബരിനാഥ് ഒക്കെ നേതൃത്വത്തിലാണ് ഈ പാനൽ ഞങ്ങൾ നീങ്ങുന്നത്. വാർഡ് നമ്പർ 1 കഴക്കൂട്ടം MS അനിൽകുമാർ, വാർഡ് അദ്ദേഹമാണ് DCC ജനറൽ സെക്രട്ടറിയാണ്. വാർഡ് നമ്പർ 4 കാട്ടായിക്കോണം A സുചിത്ര, പൗടിക്കോണം 6-ാം നമ്പർ പൗടിക്കോണം വാർഡ് ഗാന്ധി സുരേഷ്, 7-ാം നമ്പർ ചെങ്കോട്ടുകോണം വാർഡ് VI സരിത, 9 കാര്യവട്ടം ജയന്തി, 10 പാങ്ങപ്പാറ നീതു രഘുവരൻ, അത് ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി, പാതിരപ്പള്ളി SP സജി കുമാർ, അമ്പലമുക്ക് അഖില, ആ കുട്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. കൊടപ്പനക്കുന്ന് S അനിത, മുൻപ് വനിതാ ജനറൽ വാർഡിൽ മത്സരിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയുമാണ്. നെട്ടയം ആശ മുരളി, കാച്ചാണി SB രാജി, ഈ കുട്ടി നമ്മുടെ കഴിഞ്ഞ
266 ദിവസം നടന്ന ആശാസമരത്തിൽ പങ്കെടുത്ത ആശാപ്രവർത്തക കൂടിയാണ് എസ് ബി രാജി. വാഴോട്ടുകോണം വാർഡ് പി സദാനന്ദൻ, കൊടുങ്ങാനൂർ എസ് രാധാകൃഷ്ണൻ നായർ, വട്ടിയൂർക്കാവ് ഉദയകുമാർ എസ്, കാഞ്ഞിരമ്പാറ എസ് രവീന്ദ്രൻ നായർ, പേരൂർക്കട ജി മോഹനൻ, കവടിയാർ കെ എസ് ശബരിനാഥ്, മുട്ടട വൈഷ്ണ സുരേഷ്. ഈ കുട്ടിയാണ് ഗവേഷണ വിദ്യാർത്ഥി കൂടിയാണ്, KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ ചെട്ടിവിളാകം ബി കൃഷ്ണകുമാർ, അദ്ദേഹം മുമ്പ് കൊടപ്പനക്കുന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. കിണവൂർ ബി സുഭാഷ് DCC ജനറൽ സെക്രട്ടറിയാണ്. നാലാഞ്ചിറ ത്രേസ്യമ്മ തോമസ് 2ാം തവണയാണ് കൗൺസിലിലേക്ക്, മുമ്പ് കൗൺസിലറായിരുന്നു. ഉള്ളൂരാണ് ഞങ്ങളുടെ ഏറ്റവും സീനിയറായ നേതാവ് ജോൺസൺ ജോസഫ്. മെഡിക്കൽ കോളേജ് വാർഡിൽ ആശ VS. പട്ടം രേഷ്മ P. ആ കുട്ടി മറ്റേ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. വനിതകൾക്കുള്ള ജനറൽ സീറ്റിലാണ് മത്സരിക്കുന്നത്. SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. കേശവാസപുരം അനിത അലക്സ്, പട്ടം ബ്ലോക്ക് മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഗൗരീശവട്ടം സുമ വർഗീസ്, കുന്നുകുഴി മേരി പുഷ്പം സിറ്റിംഗ് മെമ്പറാണ്, ഈ കൗൺസിലെ മെമ്പറാണ്. നന്ദൻകോട് A ക്ലീറ്റസ്, പാളയം S ഷേർലി, പഴുതക്കാട് നീത്തു വിജയൻ, ചാൾസാർ മകൻ്റെ ഭാര്യയാണ് ഷേർലി. മുമ്പ് പാളയത്ത് 2015 മത്സരിച്ചിരുന്നു. വഴുതക്കാട് നീത്തു വിജയൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശാസ്തമംഗലം സരള റാണി S, പാങ്ങോട് R നാരായണൻ തമ്പി, തിരുമല മഞ്ജുളാദേവി, തൃക്കണ്ണാപുരം ജോയ് ജേക്കബ്, പുന്നയ്ക്കാമുകൾ ശ്രീജിത്ത്, പൂജപ്പുര അംബികാകുമാരി അമ്മ, എസ്റ്റേറ്റ് വാർഡ് RM ബൈജു, പൊന്നുമംഗലം SS സുജി, തിരുവല്ലം ബാബു, വലിയതുറ ഷീബ പാട്രിക്, പഴയ കൗൺസിലറാണ് 2015-20. ആറ്റുകാൽ അനിതകുമാരി, മണക്കാട് ലേഖ സുകുമാരൻ, പേട്ട D അനിൽകുമാർ, മുമ്പ് പാർലമെന്ററി പാർട്ടി നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ. അണമുഖം ജയകുമാരി ടീച്ചർ, ആക്കുളം സുധാകുമാരി സുരേഷ്, കുഴിവിള അനിൽ അമ്പു, കുളത്തൂർ അംബിക R, പള്ളിത്തുറ ദീപ ഹിജിനസ്. ഇത്രയും പേരുടെ പേരാണ് ഇന്ന് പുറത്തുവിടുന്നത്. മറ്റന്നാൾ അവശേഷിച്ച സ്ഥാനാർത്ഥികളുടെയും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചയും പൂർത്തിയാക്കിക്കൊണ്ട് ഉള്ള ഫൈനൽ ലിസ്റ്റ് മറ്റന്നാളത്തോടെ പൂർത്തിയാകും. 10ൽ നിന്ന് 51-ലെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ നീങ്ങുന്നത്. കോൺഗ്രസിൻ്റെ ഫൈനൽ കണക്കായിട്ടില്ല, കാരണം മറ്റ് ഘടകകക്ഷികളുടെ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനലൈസ് ചെയ്യുക. കഴിഞ്ഞവണ ഏതാണ്ട് 86 അന്ന് 100 സീറ്റിൽ 16 സീറ്റ് ഘടകകക്ഷികൾക്ക് മാറ്റിവെച്ച് ബാക്കി സീറ്റുകളിൽ അന്ന് 84 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായി വാർഡ് തലത്തിൽ നിന്നുള്ള പ്രപ്പോസലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏത് നേതാവാണെങ്കിലും വാർഡിൽ പേര് വരണം. കഴിയുന്നത്ര യുനാനിമസ് ആയിട്ടാണ് വാർഡുകളിൽ നിന്ന് പേര് വന്നത്. ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വന്ന വാർഡുകളിൽ നിന്നുള്ള പേരുകൾ നിയോജകമണ്ഡലം തല കോർ കമ്മിറ്റി പരിഗണിച്ച് സിംഗിളാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും വിഭാഗങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിക്കാനാണ് ജില്ലാതലത്തിലും ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഈ ലിസ്റ്റൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് യുനാനിമസ് ആയിട്ട് വന്ന ലിസ്റ്റാണ്. ഞങ്ങൾ കൂടുതലും ചെറുപ്പക്കാരെയാണ് ഇത്തവണ ഫീൽഡ് ഇറക്കിയിട്ടുള്ളത്. എന്നാൽ മുതിർന്നവരും പാർട്ടിക്ക് ആവശ്യമാണ് എന്നുള്ള ആ രീതി ഉൾക്കൊണ്ടുള്ള എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ്. ഇതിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അടുത്ത ലിസ്റ്റിൽ ഞങ്ങൾ പരിഹരിക്കും. വിജയിപ്പിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ആ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കും.